നിയമ നടപടിയിലേക്ക് നീങ്ങി കാട്ടാക്കട കണ്ടല കേരള അക്കാദമി ഓഫ് ഫാർമസിയിലെ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റ് നൽകാത്തതിലാണ് നിയമ നടപടി സ്വീകരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് നൽകണം എന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നേരത്തെ അനിശ്ചിതകാല സമരം നടത്തിയിരുന്നു. കോഴ്സ് അവസാനിപ്പിച്ച് പിരിഞ്ഞുപോകുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ കോളേജ് മാനേജ്മെന്റ് അനധികൃതമായി പിടിച്ചുവെക്കുന്നതായാണ് ആരോപണം. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, പറയൂ. രോഹിണി, ഒന്നാം വർഷ വിദ്യാർത്ഥികളും രണ്ടാം വർഷ വിദ്യാർത്ഥികളുമാണ് ഇത്തരത്തിലുള്ള അനിശ്ചിതകാല സമരം നടത്തിയിരുന്നത് എന്ന് തന്നെയാണ്. അതായത് ഇവർ ഈ കോഴ്സ് അവസാനിപ്പിച്ച് പോവുകയാണ്. അതായത് പകുതി വഴിക്ക് പഠനം നിർത്തി കോഴ്സ് അവസാനിപ്പിച്ച് പോകുന്ന സമയത്താണ് ഇവർ നേരത്തെ ജോയിൻ ചെയ്ത സമയത്ത് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാടിലേക്ക് മാനേജ്മെന്റ് എത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കോഴ്സ് അവസാനിപ്പിച്ച് പോകുന്നത് എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നത് കൃത്യമായി പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കോഴ്സ് പകുതി വഴിയിൽ അവസാനിപ്പിച്ച് ഇവർക്ക് പോകേണ്ടി വരുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് തിരിച്ചു ചോദിച്ച സമയത്താണ് ഈ കോഴ്സ് ഫീയുടെ മുഴുവൻ തുകയും അടച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരൂ എന്നൊരു നിലപാടിലേക്ക് മാനേജ്മെന്റ് കടന്നത്. അതിനെതിരെ അനിശ്ചിതകാല സമരം നടത്തി വരികയായിരുന്നു വിദ്യാർത്ഥികൾ. താൽക്കാലികമായി സമരം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും പുനരാരംഭിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് രാത്രിയും പകലും ഒന്നില്ലാതെ അനിശ്ചിതകാല സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ കടന്നിരുന്നു. ഇനി അത് പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കോളേജിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിന് അഭിഭാഷകരെയും അവർ കണ്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് കോഴ്സ് ഫീ മുഴുവനായും അടയ്ക്കാതെ ഈ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു നൽകില്ല എന്നൊരു വിശദീകരണമാണ് ഈ കാട്ടാക്കട കണ്ടല കേരള അക്കാദമി ഓഫ് ഫാർമസിയിലെ മാനേജ്മെന്റ് നൽകുന്നത്. പക്ഷേ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വലിയ രീതിയിലുള്ള പ്രതിഷേധമായി പോകുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് രോഹിണി, ഈ വിദ്യാർത്ഥികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ അവർക്ക് മറ്റൊരു കോഴ്സിലേക്ക് പഠിക്കുവാനോ. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.